ഹലോ എവരി വൺ വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രക്ഷാബന്ധൻ സ്പെഷ്യലായിട്ടുള്ള ബേസൻ ലഡുവിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ ശരിക്കും ഒരു തരിയായിട്ടുള്ള പൊടിയും കൊണ്ട് കടലപ്പൊടിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിന്ന് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള കടലപ്പൊടിയും കൊണ്ട് നമ്മൾ എങ്ങനെ ട്രഡീഷണലായിട്ട് ബേസൻ്റെ ലഡു ഉണ്ടാക്കാൻ നമുക്കൊന്ന് കാണാം. 250 ml കപ്പിനാണെങ്കിൽ 2 കപ്പ് ബേസൻ എടുക്കുക. നിങ്ങളുടെ ഇതേപോലെ വെയ്റ്റ് സ്കെല്ലില്ലെങ്കിൽ 250 ml കപ്പിന് 2 കപ്പ് ബേസൻ എടുക്കുക. എൻ്റെ ഈ വെയ്റ്റ് സ്കെല്ലുള്ള കാരണം കൊണ്ട് 250 ഗ്രാം ഞാൻ ബേസൻ എടുത്തിട്ടുണ്ട്. അതിന് 2 ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ റൂം ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ പിന്നെ നോർമൽ തണുത്ത പാലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇതാണെങ്കിൽ ട്രഡീഷണലായിട്ട് നമുക്ക് തരിയുള്ള പൊടിയും കൊണ്ടല്ലേ ഉണ്ടാക്കാം. അപ്പോൾ അതിനകത്ത് ഒരു തരിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ തരി നമുക്ക് ഇങ്ങനെ നോർമൽ പൊടി കൊണ്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ തരി കിട്ടത്തില്ല. അപ്പോൾ തരി വരാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് ചെയ്യണം കേട്ടോ, തീർച്ചയായിട്ടും ഇത് ചെയ്തിരിക്കണം. എന്നാൽ നമുക്ക് ട്രഡീഷണലായിട്ട് ബേസൻ്റെ ലഡു കഴിക്കാൻ കിട്ടത്തേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇളക്കി മിക്സാക്കി എല്ലായിടത്തും ഒരുപോലെ ആവുന്ന രീതി ചെയ്യണം കേട്ടോ. അതോ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എല്ലാം നമ്മൾ മിക്സാക്കിയതിന് ശേഷം നമ്മൾ കയ്യിലൊന്ന് ഒരു പിടിയൊന്ന് പിടിച്ച് നോക്കുക. അപ്പോൾ നന്നായിട്ട് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത്രയും മതിയെന്നാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് എല്ലായിടത്തും ഒരുപോലെ ആയി വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, പുതിയതായിട്ട് എൻ്റെ ചാനൽ വന്നവർ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ അതേ കണ്ടില്ലേ, നമ്മളിതുപോലും പിടിച്ചു വെക്കും. നന്നായിട്ട് പാകത്തിനായി വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കത് അടച്ച് നമുക്കൊന്ന് 10-15 മിനിറ്റത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതുവരത്തേക്ക് നമുക്കാണെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അന്ന് അരിഞ്ഞ് ഇലക്കൊക്കെ പൊടിച്ച് ഒന്ന് റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതായത് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരാണെങ്കിൽ ഒരു ബൗൾ എടുക്കും, അതിനകത്തൊരു അരിപ്പ വെച്ച് കൊടുക്കണേ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം, ഇടഞ്ഞെടുക്കണം നന്നായിട്ടൊന്നും. എന്നുവെച്ചാൽ ഇപ്പോൾ ആണെങ്കിൽ പല ഇതിലാണ് കിടക്കുന്നത്, കട്ടകളൊക്കെ ഉണ്ടല്ലോ അതിനകത്ത്. അപ്പോൾ നമ്മൾ നെയ്ക്കകത്ത് മൂപ്പിക്കുമ്പോൾ ഈ കട്ടകളൊക്കെ നന്നായിട്ട് മൂത്ത് വരത്തില്ല കേട്ടോ. അപ്പോൾ അത് ആണെങ്കിൽ മൂക്കാതെ ഇരിക്കും ഇങ്ങനെ. അപ്പോൾ അത് കാരണം നമ്മൾ ഇതുപോലെ ഒന്ന് ഇടഞ്ഞെടുക്കണം. നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് നന്നായിട്ട് ഇടഞ്ഞെടുക്കുവാണെങ്കിൽ എല്ലാം നമുക്ക് പൊടി ഒരുപോലെ നമുക്ക് കിട്ടും കേട്ടോ. ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഇടയാൻ പറ്റുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ ഒരു മിക്സി ജാർ ഇട്ടിട്ടാണെങ്കിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അതൊന്ന് 1-2 വട്ടം ഒന്ന് കറക്കി കൊടുക്കുമ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് അത് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത്രയും മതി. നമുക്കിനി ഒരു ഹെവി ബോട്ടം കടായി എടുക്കാം. നോൺ സ്റ്റിക്കിനാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും ഒരു കടായി എടുത്താൽ മതി കേട്ടോ. അത് നമുക്കാണെങ്കിൽ 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 125 ml നമുക്ക് നെയ്യുടെ ആവശ്യമുണ്ട്. നെയ്യ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നെയ്യ് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മളാണെങ്കിൽ കടലമാവ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണേ മൂപ്പിച്ചെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് മൂപ്പിച്ചെടുത്തില്ലെങ്കിൽ ഒരു കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റ് വരത്തില്ല. പച്ചമാവ് ഇങ്ങനെ ചവയ്ക്കുന്ന കൂട്ട് നമുക്ക് ടേസ്റ്റ് തോന്നും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലതായിട്ട് മൂപ്പിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളറിലായി വരുന്നവരെ നമുക്കൊന്ന് ആക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും നെയ്യ് കുറവാണ്, നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. മാവൊക്കെ മൂത്ത് വരുമ്പോൾ നെയ്യെല്ലാം സെപ്പറേറ്റായി വരും. അപ്പം പതുക്കെ ലോ ഫ്ലെയിമിൽ തന്നെ ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കും. കൈ വിടാതെ ഇളക്കണേ. കൈ വിട്ട് പോവുക അടുക്കി പിടിക്കുകയും ചെയ്യും. പിന്നെ എല്ലാം പല കളറായി വരും കേട്ടോ. പിന്നെ കരിഞ്ഞു പോയാൽ ടേസ്റ്റും മാറും ഇതിൻ്റെ. അപ്പോൾ അതൊന്നും അടിക്കൊന്നും പിടിക്കാൻ, കടലമാവല്ലേ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് കൈ വിടാതെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ. പിന്നെ ഇങ്ങനെ അമക്കി കൊടുത്ത് എല്ലായിടത്തും ഒരുപോലെ തന്നെ മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോലെ. അപ്പോൾ ഇതുപോലെ നമുക്കാണെങ്കിൽ ഇവിടുത്തെ ഗുജറാത്ത് ട്രഡീഷണൽ ലഡു കേട്ടോ, ബേസൻ ലഡു. അപ്പോൾ ഇതുപോലെ നമ്മളാണെങ്കിൽ റെഡിയാക്കി എടുക്കുവാണെങ്കിൽ നല്ല അതുപോലെ തന്നെ കഴിക്കാൻ ടേസ്റ്റ് വരും. ഇപ്പോൾ കണ്ടില്ലേ, മാവൊക്കെ മൂത്ത് വന്നപ്പം നെയ്യൊക്കെ പതുക്കെ സെപ്പറേറ്റായി വരുന്നുണ്ട്. ഇനിയും വരും കേട്ടോ. ഇനിയും ഇത് സെപ്പറേറ്റായിട്ട് വരും നെയ്യൊക്കെ. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇതുപോലെ മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ് ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇത്രയും പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടെ ആകുമ്പോഴത്തേക്ക് നല്ലതായിട്ടൊരു ഗോൾഡൻ കളറായി വരും ഇത്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ ചേഞ്ചായി മാവൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആയി വരണം കണ്ടോ. നെയ്യൊക്കെ നല്ല ലൂസായി. ഇപ്പോൾ ഇളക്കാൻ നല്ല സുഖമാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ അതേ കണ്ടില്ലേ. ഇനി നമുക്കാണെങ്കിൽ ഇച്ചിരി കൂടെ തരിയത്തോടെ കിട്ടാനായിട്ട് കുറച്ചും കൂടെ നമ്മൾ നോർമൽ പൊടിയല്ലേ യൂസ് ചെയ്തേക്കുന്നത്. അത് കാരണം കൊണ്ട് കയ്യിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്ന് കുടഞ്ഞു കൊടുക്കുക കേട്ടോ. ഒരു തവണ ചെയ്താൽ മതിയേ. നമുക്കൊരു 5 മിനിറ്റും ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചില്ലേ, അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരുന്നവരെ നന്നായിട്ടൊന്നും കൂടെ ഇതായി വരുന്നവർ നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നല്ലൊരു തരി പോലെ ഒരു ഇത് വന്നില്ലേ കാണാൻ തന്നെ. അപ്പോൾ ഇതുപോലെ വരാനായിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇത് നമ്മൾ ഈ പാത്രത്തിൽ വെക്കണ്ട കേട്ടോ. ഇതിനകത്ത് തന്നെ വെക്കുവാണെങ്കിൽ ഒന്നും കൂടെ ബ്രൗണിഷ് വരും, കളറാവുകയും ചെയ്യും. പിന്നെ ആണെങ്കിൽ ഒരു കഴിക്കാൻ ഒരു ടേസ്റ്റ് വരത്തില്ല കേട്ടോ, ഒത്തിരി മൂത്ത് പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇത് ഒത്തിരി തണുപ്പിക്കില്ലേ കേട്ടോ. ഒരു ലൈറ്റായിട്ടൊന്ന് നമ്മൾ കൈയൊക്കെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ചൂട് വേണം.
അല്ലാതെ കണ്ടമാനം നമ്മളങ്ങ് ചൂട് ആറ്റിയെടുക്കുവാണെങ്കിൽ അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സായി വരത്തില്ല കേട്ടോ. ഇപ്പം നമുക്കാണെങ്കിൽ നോർമലായിട്ട് നമുക്കാണെങ്കിൽ ഓൺലൈനാണെങ്കിൽ നമുക്ക് പഞ്ചസാരയൊക്കെ പൊടി നമുക്ക് പഞ്ചസാര പൊടി നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. നമ്മൾ മിക്സി ജാറിട്ട് പൊടിച്ചെടുക്കുന്ന ആ പഞ്ചസാര പൊടി ഇടല്ലേ അതിനകത്ത്, അതിടുവാണെങ്കിൽ നന്നായിട്ട് സെറ്റായി വരത്തില്ല കേട്ടോ. ഇങ്ങനെ ലൂസായിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ആണെങ്കിൽ ഇതുപോലെ കണ്ടോ, ഇതുപോലെ തരിയുള്ള പഞ്ചസാര നമുക്കാണെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ കിട്ടും. അപ്പോൾ അത് മേടിച്ചിട്ട് വേണേ ചെയ്യാനായിട്ട്. അല്ലാതാണെങ്കിൽ നോർമൽ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കടകളൊക്കെ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ മേടിക്കാനായിട്ട്. അപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് ഞാൻ പഞ്ചസാര പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതുപോലെ നമ്മൾ മിക്സ് ആക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ആവത്തില്ല, കൈ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതേത് കണ്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സായി വരുമ്പോൾ നന്നായിട്ടായി വരും കേട്ടോ. നെയ്യൊക്കെ തെളിഞ്ഞ് ഇങ്ങനെ നല്ല പാകത്തിനായി വരും. ഇനി നമുക്കാണെങ്കിൽ ഇതിൻ്റെ ലഡ്ഡു ഉരുട്ടിയെടുക്കാം. ചെറുതോ വലുതോ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ ഇത് ഉരുട്ടിയെടുക്കാനായിട്ട്. ഇപ്പോൾ കാണുമ്പോൾ ഷൈനി ലുക്ക് പുറത്തെ കൂട്ട് കാണണമെങ്കിൽ നമ്മൾ കയ്യെ ഇത് ലഡ്ഡുവായി കഴിയുമ്പോൾ ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഏതുണ്ടോ ഇതുപോലെ റോൾ ചെയ്യുമ്പം ആ നെയ്യൊക്കെ നല്ല ഷൈനിങ് ലുക്ക് വരും. കണ്ടില്ലേ ഇത് ഇതുപോലെ തന്നെ അതിൻ്റെ മേളിൽ കൂടെ നമുക്കിപ്പോൾ പിസ്സയോ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ലഡ്ഡു നിങ്ങൾ തീർച്ചയായിട്ടും ഈ രക്ഷാബന്ധൻ ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറന്നുപോലെ. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.